നമസ്കാരം. വോട്ട് പടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഇലക്ഷൻ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടി പ്രിയങ്കയാണ് ഇന്ന് ഈ എപ്പിസോഡിലുള്ള. പ്രിയങ്ക, നമസ്കാരം. നമസ്കാരം. ഏതാണ് പഞ്ചായത്ത്? വെണ്ണല പഞ്ചായത്ത്. വെണ്ണല പഞ്ചായത്തിലെ കുറേ കാര്യങ്ങൾ ചോദിക്കണം, പിന്നെ കുറേ രാഷ്ട്രീയപരമായ ചോദ്യങ്ങളും ഉണ്ടാവും. തയ്യാറല്ലേ? കുഴപ്പമില്ല, നോക്കാം. എല്ലാത്തിനും പയറ്റി നോക്കണമല്ലോ. അതാണ് ഏറ്റവും വേണ്ടത്. ഇലക്ഷനൊക്കെ ആയി, എങ്ങനെയാണ് ഇലക്ഷനൊക്കെ കാണുന്നത്? ഇലക്ഷൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, ഒരു വാശിയോടുകൂടി തന്നെ കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം വേണം, ഇലക്ഷനൊക്കെ വന്നെങ്കിലല്ലേ കുറേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെ നമ്മളത് പോരായ്മകളും തരണം ചെയ്ത് മുന്നോട്ട് വരുന്ന പുതിയ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കും. ഈ കോളേജ് പഠിക്കുന്ന കാലത്ത്, സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഇലക്ഷനൊക്കെ മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള വലിയ പാരമ്പര്യമൊന്നും എനിക്കില്ല. കാരണം അങ്ങനത്തെ മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാതെ വളരെ ഒതുങ്ങിയൊക്കെ പോയിരുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ വന്നപ്പോൾ ഒന്ന് ഇത്തിരി ധൈര്യം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ ധൈര്യം കിട്ടി? ധൈര്യം എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാട്, നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ വളരെ നാട്ടുപ്രദേശത്താണ് ജീവിക്കണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കും. ടൗണിലേക്ക് വരുമ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കണമല്ലോ. നമ്മളെ ലൈഫ് മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ മാറും. അപ്പോൾ നമ്മൾ കുറച്ച് ധൈര്യം സംരംഭിക്കും. ഈ രാഷ്ട്രീയക്കാരെയൊക്കെ കാണാറുണ്ടോ? ഉണ്ട്, എല്ലാവരും ഏത് പാർട്ടി എന്നൊന്നും എനിക്കില്ല. ഏതാ പാർട്ടി അങ്ങനെ പറയാൻ പറ്റത്തില്ല. പാർട്ടിയൊന്നും ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പാർട്ടിയൊക്കെ വെളിപ്പെടുത്തേണ്ട സമയത്ത് അതിൻ്റെതായ രീതിയിൽ ഞാൻ വെളിപ്പെടുത്തും. എനിക്കിപ്പോൾ പാർട്ടിയൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് ജനങ്ങളോട് സ്നേഹിക്കുന്ന പാർട്ടിയാണ്, ജനങ്ങളെ സ്നേഹിക്കുന്ന പാർട്ടി. അങ്ങനത്തെ പാർട്ടി ഏതാണ്? അത് ഞാൻ പറഞ്ഞില്ല, അത് വെളിപ്പെടുത്തുന്ന സമയത്ത് ഞാൻ വെളിപ്പെടുത്തും. ജനങ്ങളെ സ്നേഹിക്കുന്ന പാർട്ടിയോട് കൂടെ. അപ്പോൾ ജനങ്ങളെ സ്നേഹിക്കുന്ന പാർട്ടി ഇപ്പം ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ. ഏതാ പാർട്ടിന്ന് അവർ തിരഞ്ഞെടുത്തിട്ടില്ല, എടുക്കാൻ പോകുന്നില്ലേ ഉള്ളൂ. അത് പഞ്ചായത്ത്. നിലവിലെ നിയമസഭാ ഇലക്ഷൻ കൊണ്ട് 4.5 വർഷത്തിന് LDF-ന്റെ ഭരണമുണ്ടായി. അപ്പം ആ ജനങ്ങൾ തെരഞ്ഞെടുത്താണല്ലോ ആ പാർട്ടി. ആ പാർട്ടിയിലാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്? അല്ല, ഞാൻ ഒരു പാർട്ടിയിലും ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. കുത്തി ചോദിക്കണ്ട, ഞാൻ പറയത്തില്ല. ഉറപ്പാ, ഞാൻ സമയമാകുമ്പോൾ വെളിപ്പെടുത്തും. മനസ്സിലൊരു പാർട്ടിയുണ്ട്? മനസ്സിൽ എനിക്കൊരു നല്ല പാർട്ടിയുണ്ട്, നല്ലൊരു തീരുമാനങ്ങളുണ്ട്. കാരണം ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. കാരണം എന്താണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോയാൽ പോരാ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജനങ്ങളോടൊപ്പം, അങ്ങനെ ജനങ്ങളെ എന്താണ് അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള എല്ലാവർക്കും തോന്നും. ഈ പ്രതീക്ഷകൾ തന്നിട്ട് നമ്മളെ ജയിപ്പിച്ച് വിട്ടിട്ടും ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ. കാരണം പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ പാടില്ല. അങ്ങനെ ആളുകളും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട്. കാരണം അവർക്ക് ഒരുപാട് ഇങ്ങനെ നമുക്കൊരു തെരഞ്ഞെടുപ്പൊക്കെ വന്ന് നമുക്ക് ഓരോ സ്ഥാനങ്ങൾ തരുമ്പോൾ ആ സ്ഥാനങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ ജനങ്ങൾക്ക് പറ്റും അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കടമ. പക്ഷെ അത് ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ. എൻ്റെ അഭിപ്രായം, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ തന്നെ സെക്രട്ടറിയായിട്ട് 5 വർഷമായി. ഞാൻ സെക്രട്ടറി എല്ലാ വർഷവും എന്നെ തന്നെ തിരഞ്ഞെടുക്കും. അങ്ങനെ ഒരു മത്സരം ഉണ്ടല്ലോ. 5 വർഷമായിട്ടും ഇത്രയും ഞാൻ പറഞ്ഞ ഈ ഫ്ലാറ്റിൽ ഞാൻ താമസിക്കാൻ വന്നപ്പോൾ തൊട്ട് എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാവിധ ഹെൽപ്പും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം ഞാൻ ഒരു സെക്രട്ടറി ആയതുകൊണ്ട് മാത്രമല്ല, ഞാൻ താമസിക്കുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാരുടെ ആവശ്യം, അതിപ്പോൾ എന്നോട് ദേഷ്യമുള്ളവരായാലും ഇഷ്ടമുള്ളവരായാലും അവരുടെ ആവശ്യം എന്താണോ ഞാൻ രാത്രിയല്ല പകലല്ല ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ വീണ്ടും തിരഞ്ഞെടുത്ത് ഞാൻ വീണ്ടും സെക്രട്ടറി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റിയ അപ്പോൾ ആ ഒരു സ്ഥാനം ഉള്ളതുകൊണ്ടാണ് എനിക്കതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പിൽ കൂടെ നമുക്കൊരു സ്ഥാനം തരുമ്പോൾ, ജനങ്ങൾ തരുമ്പോൾ അത് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിവ് വേണം. കാരണം നമുക്ക് ഇല്ലാതെ അല്ലല്ലോ നമ്മൾ നിൽക്കുക. അപ്പോൾ വെറുതെ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് പോയിട്ട് പെട്ടെന്ന് നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷേ ജയിച്ചു വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ? എന്തുകൊണ്ട് ചെയ്തു കൊടുക്കുന്നില്ല? പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതെ, എന്തുകൊണ്ട് ചെയ്തു കൊടുക്കുന്നില്ല? നമ്മൾ വിശ്വസിച്ചാണ് ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്നത്. അതെ, ഞാനും അതെ. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഈ ഇത്രയും വർഷമായിട്ട് ഇവിടെ ഈ ഓരോ കാര്യങ്ങൾക്ക്, ഇപ്പോൾ ഇവിടുത്തെ ആണെങ്കിലും കനാലിൻ്റെ പ്രശ്നം, അവിടെ ഒരു കനാൽ, എത്ര സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയ ആളെ. അറ്റ്ലീസ്റ്റ് ഞാനൊരു സിനിമയും സീരിയലൊക്കെ അഭിനയിക്കുന്ന കാണാൻ പുറത്തിറങ്ങുമ്പോൾ പ്രിയങ്കയാണ് എന്നാൽ പോലും എനിക്ക് നീതി കിട്ടുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? അത് നമ്മൾ ചിന്തിക്കുക തന്നെ വേണം. അപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇവിടുത്തെ കഴിഞ്ഞ പോലത്തെ വാർഡ് മെമ്പർ ആരായിരുന്നു? കഴിഞ്ഞ തവണത്തെ വാർഡ് മെമ്പറാണ്, അത് കൗൺസിലറൊക്കെ മുരളീധരൻ. അപ്പോൾ മുരളീധരൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനോട് ഫ്ലാറ്റിലേക്ക് കയറുമ്പോൾ തന്നെ റോഡ് പൊളിഞ്ഞു കിടക്കുന്നു, ഭയങ്കര കാനയുടെ പ്രശ്നം. നിങ്ങൾ പല പ്രാവശ്യം എല്ലാ ചാനലുമായിട്ട് നിങ്ങളൊക്കെ രംഗത്ത് വന്നിരുന്നു ഇത് റെഡിയാക്കുന്നു. അപ്പോൾ മുരളീധരൻ ഒന്നും ചെയ്തിട്ടില്ല. അതായത് മുരളി സാറിൻ്റെ കാര്യം പറയുന്നത്, സാറ് മാക്സിമം ചെയ്യാൻ നമുക്ക് ശ്രമിക്കാറുണ്ട്, വരാറുണ്ട്, ചെയ്തു തരാമെന്ന് പറയാറുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് സമയത്തിനാണ് വില. നമുക്ക് മഴയുടെ തലേ ദിവസം പോയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് ആൾക്ക് നമ്മൾ മഴയ്ക്ക് മുമ്പേ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാൾ വന്നില്ല, ഇനി വന്നില്ല, അവർ വേറെ ആൾക്കാണ് ആ സെക്ഷൻ നോക്കുന്നത്, വേറെ ആളാണ്, അത് പഞ്ചായത്ത് കഴിഞ്ഞാൽ അത് കോർപ്പറേഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ കയറേണ്ട സ്ഥലങ്ങൾ മുഴുവൻ പോയി. കളക്ടറുടെ അടുത്ത് പോയ ആളാണ് ഞാൻ നേരിട്ട് പോയ ആളാണ്.
എനിക്ക് ഒരു നീതി ഒരു സ്ഥലത്തു നിന്ന് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. തുറന്നു പറയാൻ ഇനി ഒരു മടിയില്ല. കാരണം ഞാൻ ചെയ്യുന്ന എൻ്റെ മാത്രം ഇതിനല്ല, ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങളിപ്പോൾ റോഡ്, ഞങ്ങൾക്ക് മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 7,000 രൂപ വണ്ടി ഇട്ടിട്ടാണ് ഇവിടെ നിന്ന് അപ്പുറത്ത് കിടക്കുന്നത് ഡെയിലി. ഞങ്ങൾ റോഡ് ഇത്രയും പൈസ കൊടുത്ത് ഞങ്ങൾ എല്ലാ ഓണേഴ്സും കൂടെ സഹകരിച്ച് റോഡ് പൊക്കി ഞങ്ങളിപ്പോൾ അതിൻ്റെ കാര്യം ഞങ്ങൾ ശരിയാക്കി ഞങ്ങളുടെ ഭാഗം. പക്ഷെ ഇപ്പോഴും അവിടെ കിടക്കുന്ന നിങ്ങൾ കണ്ടതായിരിക്കും. ആ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ബഡ്ജറ്റ് അങ്ങനെയാണ്, ബഡ്ജറ്റ് ഇങ്ങനെ കൊടുത്തു, അവരത് പാസ്സാക്കി, ഇതൊന്നുമല്ല. വേണം എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇതൊക്കെ. എൻ്റെ അഭിപ്രായം അതാ. ഇവിടെയോ? ഇവിടെ ഈ വാർഡിൽ വത്സരകുമാരി ചേച്ചിയുണ്ട്, പിന്നെ സുഷമയുണ്ട്. വനിതാ വാർഡാണ്. നേരത്തെ ഈ പറഞ്ഞ ആള് കോൺഗ്രസ് ആയിരുന്നു, LDF ആയിരുന്നു? കോൺഗ്രസ് ആയിരുന്നു. അപ്പൊ ആ കോൺഗ്രസിൽ നിന്ന് ശരിക്കും ഒരു വാർഡ് കൗൺസിലർ ചെയ്യേണ്ട സാധനം കോൺഗ്രസ് അങ്ങനെ ഞാൻ പറയില്ല. അങ്ങനെ ഞാൻ പറയാൻ പാടില്ല. ഞാൻ പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അവരെ കാണുന്നതാണ്. അവരുടെ പല റീസൺസും ഞാൻ കേൾക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് പ്രിയങ്ക ചെയ്യാത്ത, ഇതുകൊണ്ടാണ് ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ സാറ്റിസ്ഫാക്ഷൻ അല്ലാന്ന് ഞാൻ പറഞ്ഞോളൂ. അവർ വേറെ എവിടെയൊക്കെ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എൻ്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞത് പേഴ്സണലി എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയതാണ്. ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ള പ്രസിഡന്റ് ആയാലും വൈസ് പ്രസിഡന്റ് സുനിലുണ്ട്, രാജീവുണ്ട്, മാത്യൂസ്, ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. ഞങ്ങളെല്ലാവരും കയറി ഇറങ്ങിയിട്ടുണ്ട് ഒത്തിരി സ്ഥലങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടുന്നില്ല. ഇവിടെയുള്ള അല്ലാതെ ഇവിടെ താമസിക്കുന്ന ഒരുപാട് ജീന, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ പോയിട്ട് ബെൻസിജി, ഇവരൊക്കെ പല മേഖലയിലും നല്ലപോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവരൊന്നും പറഞ്ഞിട്ട് ആരും ഇവിടെ വരും, ഒന്ന് നോക്കും, എല്ലാം നോക്കി കണ്ടിട്ട് പോകും, പിന്നെ തിരിച്ചു വരില്ല. വേണ്ട രീതിക്കുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ വാർഡിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയണത് എന്താ വെച്ചാൽ ചെയ്യാൻ കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ വേണമെന്ന് വെച്ചാൽ ചെയ്യാൻ സമയക്കുറവാണോ എന്തുകൊണ്ടാണോ ഇപ്പം അവർ പറയുന്നത്, അവരത് ഫങ്ഷൻ ആക്കിയില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയണേ. എനിക്കിതൊന്നും അല്ല അറിയേണ്ടത്. ചെയ്യുക, ഇത്രയേ ഉള്ളൂ. എൻ്റെ ഞാൻ പറയുമല്ലോ, എന്തുകൊണ്ട് ഞാൻ വിചാരിക്കും ഞാൻ എങ്ങനെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അതായത് നമുക്ക് ഹൈ ലെവലിൽ ടോപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് സാധാരണക്കാരുടെ ഇടയിൽ ഞാനാണെങ്കിൽ നിന്നിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം, ഇലക്ഷൻ മത്സരിക്കാൻ മേലായിരുന്നു എന്ന് വെച്ചാൽ മത്സരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാൻ വല്ല ഓഫറും കിട്ടിയോ? ഓഫർ കിട്ടിയായിരുന്നു. സത്യമാണ്? സത്യം. എങ്ങനെയായിരുന്നു ഓഫർ കിട്ടിയത്? ഓഫർ കിട്ടിയെന്ന് വെച്ചാൽ പ്രിയങ്ക, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ 5 വർഷമായിട്ടുള്ള വന്നില്ലെങ്കിൽ ഞാൻ മാക്സിമം ഇവിടെയുള്ള ഈ വെണ്ണല ആൾക്കാർക്ക് മുഴുവൻ ഒരു ഇത് അറിയാം. ഞാൻ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും റോട്ടിറങ്ങി പ്രതികരിക്കുന്ന ആളാണെന്നും കുറച്ച് മുന്നോട്ട് അഹങ്കാരിയൊന്നുമല്ല ഞാൻ. എൻ്റെ ഇവിടെയുള്ള ആൾക്കാരുടെ ആവശ്യങ്ങൾ നടത്തുക. കൂട്ടത്തിൽ ഞാൻ താമസിക്കുന്നു, ഞാൻ, എൻ്റെ ഭർത്താവ്, മോൻ, അച്ഛൻ, അമ്മയൊക്കെ താമസിക്കുന്ന സ്ഥലം. എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ളവർക്ക് അറിയാം ഇവരെന്തൊക്കെയോ ചെയ്യുന്നവർക്ക് തോന്നിയതുകൊണ്ടായിരിക്കാം പ്രിയങ്കയ്ക്ക് ഇലക്ഷൻ നിന്നൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം ഇല്ല, ഞാനൊന്ന് നോക്കട്ടെ. കാരണം എനിക്ക് ഫാമിലി ചോദിക്കണം, കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഫീൽഡോ ഒന്നും ഇല്ലാതെ എനിക്ക് ചാടി ഇറങ്ങാം. ഞാനൊരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ഒരുപാട് വൈരാഗികൾ വരാൻ ചാൻസ് ഉണ്ട്. പുറത്തിറങ്ങിയ ബുദ്ധിമുട്ട് വരും. ഇതൊക്കെ എൻ്റെ വീട്ടിൽ സംസാരിച്ച് അവരോട് ക്ലിയർ ചെയ്യാതെ ചാടി എനിക്ക് എൻ്റെ ലൈഫ് നഷ്ടപ്പെടും. ഏത് പാർട്ടിയാണ് സമീപിച്ചത്? അങ്ങനെ പറയത്തില്ല, പാർട്ടിയെ കുറിച്ച് പറയത്തില്ല. പാർട്ടിയാണ് സമീപിച്ചത്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടല്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊന്നുമില്ല. ഒരു പാർട്ടി സമീപിച്ചു. കോൺഗ്രസ് ആണ്? അല്ല, അതും പറയില്ല. അല്ലെങ്കിൽ LDF, പറയത്തില്ല, ഒന്നും പറയില്ല. പാർട്ടി അറിയേണ്ട ആളില്ല, പറയില്ല. ആൾക്കാർ ഇപ്പൊ അങ്ങനെ അറിയണ്ട. എന്തായാലും ഞാൻ ഇനി അടുത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിൽക്കുവാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വല്ല നോക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ നോക്കിയതുകൊണ്ട് കാര്യമില്ലല്ലോ. അത് നിൽക്കുവാണെങ്കിൽ പാർട്ടി നമുക്ക് കൊലപ്പെടുത്തിയല്ലേ പറ്റുള്ളൂ. അതുവരെ എന്നെ വെറുതെ വിടണം. കാരണം ഞാൻ ഈ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്ന ആൾക്കാരാണ്. ഈ വന്നവരുടെ അടുത്ത് ഈ തവണ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞപ്പോഴും ഒരു നിയമസഭാ സീറ്റ് അവർ വെച്ച് കിട്ടിയാൽ സ്വീകരിക്കും? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് എടുത്തിയാടി പറയേണ്ട കാര്യങ്ങളല്ല ഇത്. അത് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് എങ്ങനെയൊക്കെയാ നോക്കിയിട്ട് ചിലപ്പോൾ നിൽക്കും. കാരണം എന്താ വെച്ചാൽ ആഗ്രഹമുണ്ട്, കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് താല്പര്യം മനസ്സിലുണ്ട് എന്തെങ്കിലും. കാരണം എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നല്ല രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അതും ഞാൻ പറയത്തില്ല. മാളെ അച്ഛൻ്റെ രാഷ്ട്രീയം മോൾക്ക് ഉണ്ടാവണമെന്നില്ല, രാഷ്ട്രീയം എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവണമെന്നില്ല. ഒരു നമ്മൾ താമസിക്കുന്ന ഒരു വീട്ടിൽ തന്നെ പല രാഷ്ട്രീയമായിരിക്കും. അച്ഛൻ്റെ രാഷ്ട്രീയം ഇപ്പൊ ഞാൻ തൽക്കാലം വെളിപ്പെടുത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ അലി വന്ന് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ വെളിപ്പെടുത്തും. അലി, ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇതാണെന്ന് പറയും. അതുവരെ എനിക്ക് സമയം തരാം. അച്ഛൻ നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു. ഞാൻ ജനിച്ചു വളർന്നൊക്കെ അതായത് തൃശ്ശൂരാണ്. മാള ആണ് അമ്മയുടെ വീട്, മറുത്തുമടി. അച്ഛൻ്റെ ലീഡറിന്റെ ലീഡറിനെന്ന് പറഞ്ഞാൽ ഞങ്ങള് നല്ല സ്നേഹമുള്ള. കോൺഗ്രസിലൂടെ യാത്ര ചെയ്തു. കോൺഗ്രസിലൂടെ ഒന്നും യാത്ര ചെയ്തെന്നും പറയാൻ പറ്റില്ല.
അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല. ഓക്കെ, എന്നോട് പറയിപ്പിക്കേണ്ട, തൽക്കാലം ഞാൻ പറയില്ല. മാളയിലായിരുന്നു. ഇപ്പോൾ നായനാർ സാറിൻ്റെ വൈഫുമായിട്ട് സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുവിധം പൊതുപ്രവർത്തനമുള്ള ഏത് ആൾക്കാരെ കണ്ടാലും ഞാൻ സംസാരിക്കുകയും ചെയ്യും, അവരോട് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും. അച്ഛൻ നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു. അതെ, അച്ഛൻ നല്ല രാഷ്ട്രീയ പാരമ്പര്യം പ്രിയങ്കയ്ക്കുണ്ട്. അതെനിക്കറിയില്ലല്ലോ. കാരണം എനിക്ക് എന്താ പറയാ, എന്തെങ്കിലും ഒന്ന് പുറത്തുനിന്ന് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹമാണ്. അച്ഛൻ മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല, മത്സരിച്ചിട്ടില്ല. ഇല്ല. നല്ല രാഷ്ട്രീയക്കാരൻ, മത്സരത്തിനൊന്നും പോയിട്ടില്ല. ഇല്ല. മത്സരിക്കാൻ പാർട്ടികൾ ആവശ്യപ്പെട്ടതായിട്ടുള്ള പ്രിയങ്ക എനിക്കറിയില്ല. കാരണം എനിക്ക് തോന്നുന്നു 5-6 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു പോയത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. അമ്മ പറഞ്ഞ അറിവാണ്, അത്രേ ഉള്ളൂ എനിക്ക്. അമ്മ പറഞ്ഞ അറിവ് അല്ലേ? അപ്പോൾ ഒരു നിയമസഭാ സീറ്റിലേക്ക് ആരെങ്കിലും ഓഫർ കൊടുത്താൽ പ്രിയങ്ക മത്സരിക്കാൻ തയ്യാറാണ്. പാർട്ടി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല. മനസ്സിൽ പ്രിയങ്കയ്ക്ക് ഒരു പാർട്ടി ഉണ്ട്. ആ പാർട്ടി മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ല. തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വെച്ച് ചോദിച്ചാൽ എനിക്കൊരു ആഗ്രഹമുണ്ട്. അവര് പറയണ എന്താ വെച്ചാൽ പ്രിയങ്ക നിക്കണം, പ്രിയങ്കയ്ക്ക് എനിക്ക് ആഗ്രഹമുണ്ടെന്നല്ല, എനിക്ക് ആഗ്രഹമുള്ളത് എന്തിനാണ്? മത്സരിച്ച് ജയിച്ച് വലിയ സംഭവം ആവാനൊന്നുമല്ല. കുറച്ച് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണം. കാരണം നമ്മൾ കണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ട്, നിസ്സാര കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഒരു നിസ്സാര ഒരു ഉദാഹരണം നിങ്ങളോട് ചോദിക്കാം. ഇപ്പോൾ ഈ പ്രളയം കാര്യങ്ങളൊക്കെ വന്നു, എത്ര ഫാമിലികൾ ഇപ്പോഴും മരിച്ചുപോയി, അച്ഛൻ മരിച്ചു പോയിട്ട് ഈ വീട് കണ്ട് മരിച്ചുപോയി എത്ര ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് അറിയോ? എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്? എനിക്ക് രാഷ്ട്രീയ ലെവലല്ല ഞാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് LDF ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പാർട്ടിയെ കുറിച്ച് പറയുന്നില്ല. ഞാൻ സാധാരണ എന്തുകൊണ്ട് കാര്യമില്ല. അപ്പൊ അവര് ഭരിച്ചിരുന്ന സമയത്തോ എന്തെല്ലാം അല്ല, മറ്റേ ഇതുണ്ടായിട്ടുണ്ടോ? സുനാമി പോലെയും കടൽ പ്രദേശത്തൊക്കെ പ്രശ്നം ആരാ ചെയ്തിട്ടുള്ളത്? എത്ര ഫാമിലി ഇപ്പോഴും വിഷമിച്ചിരിക്കുന്നത്? BJP ഭരിച്ചാലും ഞാൻ പറയട്ടെ, നമ്മൾ ഭരണത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആളല്ല. ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി ആരും എന്തോ ആണെങ്കിലോട്ടെ, ഇപ്പം എനിക്ക് സംഭവിച്ചാൽ ഞാൻ വിഷമിക്കും. അത് പാർട്ടി എന്ത് ചെയ്തു എന്നല്ല, എനിക്ക് വേണ്ടി എന്ത് ചെയ്തു തരാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് ചെയ്യുന്നില്ല. അത് ഇന്ന പാർട്ടി ചെയ്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. വ്യക്തികൾക്ക് ചെയ്യാമായിരുന്നു. ഞാനാണ് ഈ ചെയ്യും, ഉറപ്പ്. എത്ര പ്രശ്നമുണ്ടെങ്കിലും ഞാൻ അതിന് ഇടപെട്ട് ചെയ്തിരിക്കും. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പാർട്ടി നോക്കിയാണ് വ്യക്തികൾ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും വ്യക്തികളോട് സ്നേഹം ഉണ്ടെങ്കിലും ഞാൻ പാർട്ടി നോക്കിയേ ചെയ്യും. അതിന് മാറ്റമില്ല. മാറ്റമൊന്നുമില്ല. കാരണം അത് മനസ്സ് അനുവദിക്കാറില്ല. ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഒരു തവണ വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്കെന്തോ അവിടെ ചെന്ന് കഴിയുമ്പോൾ മനസ്സെനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറ്. പാർട്ടിക്ക് ചെയ്യാൻ പറ്റും. നോണ പറയാൻ എനിക്കറിയോ? പിന്നെ ഞാൻ അങ്ങനെയല്ല, ഞാൻ വ്യക്തികളെ എനിക്ക് അറിഞ്ഞുകൂടാ നോണ പറയാം. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. പാർട്ടിയാണ് ഞാൻ പാർട്ടി ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ട് വോട്ട് ചെയ്ത ആളെ ഓർക്കുന്നുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. എനിക്ക് പഴയ കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് ഓർമ്മ വരാറില്ല. അപ്പൊ രാഷ്ട്രീയം കണ്ടെത്തുന്നുള്ളതുകൊണ്ടായിരിക്കും അത് ഓർമ്മയില്ല എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ വോട്ട് ചെയ്തവരെ പറയാം. അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുവോ? നിങ്ങൾ എന്നെ എത്രത്തോളം ചോദ്യം ചെയ്താലും അതൊന്നും എൻ്റെ വായിന്ന് വീഴത്തില്ല. ഞാൻ ഒരു രാഷ്ട്രീയക്കാരിയാകാനോ അങ്ങനെയൊന്നും തീരുമാനിച്ചിരിക്കുന്ന ആളുകൾ. വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടോ? വോട്ട് ചെയ്യാതിരുന്നിട്ട് 1-2 പ്രാവശ്യം വോട്ട് ചെയ്യാതെ പറ്റിയിട്ടില്ല എനിക്ക്. അതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. കാരണം നമ്മുടെ ഒരു അവകാശമാണ് വോട്ട് എന്ന് പറയുന്നത്. അതിലൊരു സന്തോഷം കണ്ടെത്തുക. അപ്പം ഞാൻ വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഒരു സുഖമാണ്. അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ എങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ ഞാൻ എത്തിയിരിക്കും. കാരണം എനിക്ക് ഏറ്റവും അതിനകത്ത് ഒരു സിനിമ കണ്ടാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പടമാണ് വിജയൻ്റെ പടം. ഒരു വോട്ടിന് വേണ്ടി അദ്ദേഹം ദൂരം ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വോട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ മാക്സിമം പോയി വോട്ട് ചെയ്യാൻ എല്ലാവരോടും ഞാൻ പറയും. അത് മാറ്റമില്ല, എല്ലാവരോടും വോട്ട് ചെയ്യാൻ വേണ്ടി പറയും. ഈ പ്രിയങ്ക പറഞ്ഞ പോലെ കുറെ സിനിമകളിലായി തുടക്കം. നമ്മുടെയൊക്കെ ചെറുപ്പം തൊട്ടുള്ള സിനിമയിൽ അഭിനയിക്കാൻ അങ്ങനെ പറയരുത്. അങ്ങനെ വരുമ്പോൾ പ്രായം കൂടുതലും തോന്നുന്നു. എല്ലാവരും പറയും ഞാൻ വെള്ളിനിക്കർ ഇട്ടപ്പോൾ തൊട്ട് പ്രിയങ്ക ചേച്ചി കാണാൻ തോന്നിയത്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അവന് വളർച്ചയില്ലാത്തതിന് എൻ്റെ കുറ്റമാണോ? എൻ്റെ കുറ്റമല്ലല്ലോ. കാരണം ഞാൻ 14 വയസ്സിൽ വിയറ്റ്നാം കോളനിൽ അഭിനയിക്കാൻ തുടങ്ങിയ ആളാണ്. ഇപ്പൊ എനിക്ക് വിയറ്റ്നാം കോളനി ബാലേന്ദ്ര മേനോൻ സാറിന്റെ ഹലോ എന്ന് പറഞ്ഞ ടെലിഫിലിമാണ്. അത് കഴിഞ്ഞിട്ട് വിയറ്റ്നാം കോളനി സിദ്ദിഖ് ലാൽ സാറിന്റെ പടത്തിലാണ് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പടങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് പ്രായം നിങ്ങൾ ചോദിക്കേണ്ട. എനിക്കിപ്പോഴും 22 വയസ്സേ ആയിട്ടുള്ളൂ. എന്താണ് എൻ്റെ മനസ്സിൽ പറയേണ്ടത് അല്ലേ? മനസ്സാണ് നമ്മുടെ പ്രായം. എനിക്ക് നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചു, നല്ല വേഷങ്ങൾ ചെയ്തു. രാഷ്ട്രീയ സിനിമകളൊക്കെ ഏതൊക്കെ അഭിനയിച്ചിരിക്കുന്നത്? രാഷ്ട്രീയ സിനിമകൾ എനിക്ക് കുറേ പടം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് പ്രമാണി എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ളൊരു പടമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത്ര വലിയ രാഷ്ട്രീയ ലെവലുള്ള പടങ്ങൾ ഞാൻ ചെയ്തൊന്നും എനിക്ക് ഓർമ്മയില്ല. കുറേ പടം ചെയ്തിട്ടുണ്ട്. പ്രമാണി സിനിമയാണ് ഇപ്പോൾ ഓർത്തിരിക്കുന്ന. അതിനകത്ത് കുറേ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പടമാണല്ലോ. പ്രസിഡന്റ് അങ്ങനെയുള്ള സ്ഥാനങ്ങൾ അതൊക്കെ ആയിട്ടുള്ളൊരു പടം. എന്തായിരുന്നു? ഞാൻ അവിടുത്തെ ഒരു പാർട്ടി പ്രവർത്തനോട് അനുഭവം ചെയ്യുന്ന ഒരാളായിട്ട്. പിന്നെ ജയ് വിളിക്കാനും മുദ്രാവാക്യം വിളിക്കാനൊക്കെ ഉള്ള പടങ്ങൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പം മധുരരാജയിലൊക്കെ മമ്മൂക്കാടെ കൂടെയല്ലേ. അപ്പോൾ ആ പാർട്ടിക്ക് എതിരായിട്ടാണല്ലോ നമ്മൾ ജനങ്ങൾ
കൂടെ നിൽക്കുന്ന. കോളേജ് പഠിക്കുന്ന കാലത്ത് ഈ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, രാഷ്ട്രീയത്തിൽ KSU എന്ന് പറഞ്ഞ സംഘടനയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോണ പറയില്ലെന്ന് നേരത്തെ പറഞ്ഞോണ്ടാ. ഒരുപാട് കോളേജിൽ പോയ അനുഭവമൊന്നും എനിക്കില്ല. SLC കഴിഞ്ഞപ്പോൾ തന്നെ 14 വയസ്സ് കഴിഞ്ഞു. പിന്നെ ഞാൻ ഏത് KSUയിൽ പോകാനാ? കോളേജിൽ പോയിട്ടില്ല. എൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക, കോളേജിൽ പോകാൻ എല്ലാവരും പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിലൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ പറയായിരുന്നു ഞാൻ കോളേജിൽ പോയി അവിടെ പോയി മത്സരം, ഒന്നുമില്ല. ഞാൻ ഒരു സാധാരണ നോർമലാണ്. ജീവിതത്തിൽ കണ്ട് നമ്മൾ മനസ്സിലാക്കിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം, അല്ലാതെ എനിക്ക് രാഷ്ട്രീയ ലെവലോ അല്ലെങ്കിൽ അതിന് തക്ക വലിയ അറിവൊന്നും എനിക്കില്ല. ഇലക്ഷൻ പ്രചരണത്തിൽ പോയിട്ടുണ്ടോ ഈ പാർട്ടിയെ നോക്കാതെ ആളുകൾ? അത് ഒരു പ്രചരണത്തിന് പോയൊരു രസകരമായ ഒരു കാര്യം പറയാം. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു, പ്രിയങ്ക ഒന്ന് വരണം സപ്പോർട്ട് ചെയ്യാൻ. നമ്മൾ എന്താടി ഞാൻ വരാം, കാരണം നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ കൂടെ സഹപ്രവർത്തക വനിത വിളിച്ചു, ഒരു ഇലക്ഷനെ ഞാൻ പറയുള്ളൂ. അപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ എൻ്റെ കൂടെ സഹപ്രവർത്തകയാണല്ലോ എന്ന് വെച്ച് ഞാൻ പോയി. പാർട്ടി ഏതാന്ന് പോലും ഞാൻ ചോദിച്ചില്ല. ഞാൻ പോയി ഭയങ്കരമായിട്ട് അവളുടെ കൂടെ റോട്ടിൽ കൂടെയൊക്കെ നടന്ന് ഭയങ്കര പ്രചരണം, ഭയങ്കര അന്തസ്സായിട്ട് കൈയൊക്കെ പൊക്കി നടക്കുകയും ഒക്കെയാണ് ചെയ്ത്. ന്യൂസ് ചാനലിൽ വന്നപ്പോഴാണ് ബ്രദറാണ് ആദ്യം വിളിക്കുന്നത്, നീ ഈ പാർട്ടിയിൽ ചേർന്നോ? വേറെ ആൾ വിളിച്ചിട്ട്, ഓഹോ ഇപ്പം നിങ്ങൾ ഈ പാർട്ടിയിലാണല്ലേ. ഞാൻ എന്താ സംഭവം, എനിക്കറിയില്ലായിരുന്നു ഈ പാർട്ടി. ഈ ആ പേരും പറയാതെ പാർട്ടിയും പറയാതെ പോകുമ്പോൾ പ്രേക്ഷകർ അത് പിന്നീട് എടുത്ത് ട്രോൾ ചെയ്യും. അതിലും ഭേദം ആരുടെ കൂടെയാ പോയത് പറയുന്നത്. ഇല്ല പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അത് അവർക്കും കൂടെ ഒരു ക്ഷീണം. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഇത് ഞാൻ പറഞ്ഞ രസകരമായ ഒരു കാര്യം. കാരണം അത് കണ്ടിട്ട് പിന്നെയാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത് ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ സീരിയലുകളൊക്കെ ഒത്തിരി രാഷ്ട്രീയ വേഷം ചെയ്തിട്ടില്ലേ? സീരിയലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു അത് സീരിയലിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് അവർക്ക് വേണ്ടി നല്ലത് ചെയ്ത് കൊടുക്കുന്ന സീരിയൽ കാണിക്കുക. മറ്റേന്ന് നമ്മളൊരു പാർട്ടിയുടെ കൂടെ നിന്നിട്ട് ജയവിളിക്കലും അങ്ങനെ പോലും ഇതൊക്കെ ആയിരിക്കും. സീരിയൽ അങ്ങനെയല്ല, സ്റ്റോറി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം നമുക്ക് നല്ലത് ചെയ്ത് നമുക്ക് ജനങ്ങളെ കാണിക്കാൻ പറ്റും സീരിയലിൽ. ഈ ഇപ്പോൾ ഇലക്ഷനൊക്കെ നിൽക്കണ ഒരു ഇതുപോലെ അനുഭവമൊക്കെ എതിർക്കുമോ? എന്താണ് അനുഭവം പറയണത്? എന്താ വെച്ചാൽ ഇപ്പോൾ തന്നെ ഞാൻ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് വീട്ടിലിരിക്കാൻ നേരമില്ല ഇവൾക്കെന്ന് പറയും ഇപ്പോഴും. ഞാൻ പറയും, കാരണം നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഒരു കാര്യം, ഇപ്പോൾ ഒരു ലിഫ്റ്റ് സ്റ്റക്കായി ഇവിടെ ഒരാൾക്കും അറിയില്ല. ചിലപ്പോൾ രാത്രി ഞാനായിരിക്കും പോയി ആ ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വിചാരിച്ച ഒരാൾക്ക് ഒരു ജീവനോ അല്ലെങ്കിൽ ഒരു കാര്യവും സഹായം ചെയ്തു കൊടുത്താൽ നമുക്ക് നാളെ എൻ്റെ മോനാണെങ്കിൽ കാരണം അനൂപാണ് നിൽക്കുന്നത്, നിങ്ങൾക്കൊരു സഹായം ആർക്കെങ്കിലും കിട്ടും. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഓടിപ്പോണത്. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ പറഞ്ഞു നോക്കി. അവസാനം പറഞ്ഞു വേണോ, വല്ല ആവശ്യമുണ്ടോ, വല്ലാത്ത പണിയാണ് റോട്ടിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ പുള്ളി പറഞ്ഞു ഇപ്പോൾ ഒരാൾ തീരുമാനിച്ചത് മനസ്സിൽ പോകണമെന്ന് വിചാരിച്ചാൽ പോട്ടെ എന്നുള്ളൊരു സംസാരം വന്നു ലാസ്റ്റ്. അപ്പം അങ്ങനെ നിൽക്കണു. പൂർണ്ണമായിട്ടും വലിയ ഇങ്ങനെ ഒരുപാട് അനൂപിനെ അറിയാലോ, അങ്ങനെ ഒരു എൻ്റെ നേരെ പകുതി പോലും സംസാരിക്കാത്ത ഒരാൾ. അപ്പോൾ അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ബുദ്ധി മുഴുവൻ ഞാൻ എൻ്റെ തലയിൽ വെച്ച് ഞാൻ സ്ക്രിപ്റ്റ് എഴുതും, നിന്റെ ബുദ്ധി മുഴുവൻ നീ സംസാരിച്ച് തീർക്കും. അത് ഞാൻ പറഞ്ഞു, രാഷ്ട്രീയത്തിൽ സംസാരിച്ച് തീർക്കണം നല്ലതാണല്ലോ, പ്രവൃത്തിയും കൂടി ആവാം. ഒരു രാഷ്ട്രീയക്കാരിയാകാനുള്ള എല്ലാ പവറും ഉണ്ടല്ലോ, ഇത്ര മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ ഏത് യോഗത്തിൽ പോയി സംസാരിക്കാനും. അത് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. ഞാൻ പ്രസംഗിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ആയിരിക്കും. അപ്പം നമ്മളൊരു കുടുംബശ്രീയുടെ സംസാരിക്കാനേ പോയാൽ നമുക്ക് എങ്ങനെയോ ആ മാറ്റർ നമ്മുടെ മനസ്സിലേക്ക് കയറി വന്ന് സംസാരിക്കും. ഞാൻ മുൻകൂട്ടി ഒന്നും ഇങ്ങനെ സംസാരിക്കാം ചിന്തിക്കാറില്ല. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിറങ്ങുമ്പോൾ പക്ഷേ ഞാൻ എങ്ങനെ ഇത്ര ഇതായിട്ട് സംസാരിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതെന്തോ ഒരു പവറാണ്. അത് ചിലപ്പോൾ ദൈവത്തിൻ്റെ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് കിട്ടുന്നൊരു എന്താ പറയുക, ഒരു എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് കാണാം. പോയിന്റുകൾ മനസ്സിലാക്കി പ്രസംഗിക്കാം. അതെ. ഈ അനൂപ് പറഞ്ഞു വെച്ചാൽ അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി അനൂപിന് എതിർപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടി ഏതെങ്കിലും പറഞ്ഞു അനൂപ്? ഇല്ല, അനൂപിനെ അങ്ങനെ നിർബന്ധിച്ച ഒരു കാര്യത്തിലും എനിക്ക് ഇന്ന പോലെ എന്ന് പറയാറില്ല. അത് എല്ലാവരുടെയും ഇപ്പം എൻ്റെ മനസ്സിലുള്ള എന്താണെന്ന് വെച്ചാൽ, അത് പാർട്ടി എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. എന്തിനാ അതിലേക്ക് കൈകടത്തണത്? അദ്ദേഹത്തിന് വേറെ പാർട്ടി ഉണ്ടാവും, എനിക്ക് വേറെ പാർട്ടി ഉണ്ടാവും, ഞങ്ങൾ അങ്ങനെ നിൽക്കും. വോട്ട് ചെയ്യാൻ പോയി വെച്ചിട്ട് ഒരുമിച്ചാണ്. പക്ഷെ ഒരുമിച്ചാണോ രണ്ട് രഹസ്യമായിട്ടല്ലേ ഒത്തുന്നത്? അതൊക്കെ ഒരുമിച്ചായിരിക്കും. ഇല്ല, പറയാറില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല, പറയാറില്ല. ഇനി പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, പുള്ളി പറഞ്ഞാൽ പോലും എൻ്റെ മനസ്സിലുള്ള ആൾക്ക് ഞാൻ വോട്ട് ചെയ്യും. എന്തിനു മാറ്റം? ഞാൻ പറഞ്ഞ അദ്ദേഹം ചെയ്യുമോ? എന്തിനാ അതിനു വേണ്ടി തല്ലുപിടിക്കണേ? എന്തിനാ? അങ്ങനത്തെ ഒരു സംസാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തി ഉണ്ടോ? ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ ഭരണത്തിൽ ജനങ്ങൾക്ക് നല്ലത് ചെയ്തു കൊടുക്കുന്ന എല്ലാ ഭരണത്തിലും എനിക്ക് തൃപ്തിയുണ്ട്. ഇപ്പോഴത്തെ ഭരണത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നല്ലതാണ് മുഴുവൻ ചെയ്തതെന്ന്? അല്ല, ഇപ്പം ചെയ്ത് നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയാണോ? തീർച്ചയായിട്ടും ആണോ? അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ പറയണത്? നിങ്ങൾ ഒരു ഈ സമൂഹത്തിലുള്ള ഒരു വ്യക്തിയല്ലേ, നിങ്ങൾ പറഞ്ഞില്ല, പിന്നെ ഞാനായിട്ട് എന്തിനാ പറയണത്? എനിക്ക് പോരായ്മ ഉണ്ടെന്നാണ്, എൻ്റെ കാര്യങ്ങൾ നടന്നില്ലെന്ന് ഞാൻ പറഞ്ഞു.
എനിക്ക് ഇവിടെ ചുറ്റുവട്ടം നടന്ന കാര്യങ്ങൾ ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് കാണാവുന്നുള്ളൂ. ന്യൂസ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ കാണാം, യൂട്യൂബിൽ അടിച്ചാണ് എൻ്റെ വിഷമം. ചിലവർ അതിനകത്ത് ന്യൂസ് വന്നപ്പോൾ അവൾക്കൊരിത്തിരി വെള്ളം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അത്. നിസ്സാര കാര്യമായിട്ടല്ല അവർ പറഞ്ഞത്. ജനങ്ങൾ പറയും ഇവിടെ വെള്ളപ്പൊക്കം വന്ന് വീട് മുഴുവൻ മുങ്ങിപ്പോയി, അവർക്ക് ആ കനാലൊന്നും. അതല്ല, ഞങ്ങൾ ഇത്രയും പൈസയും കൊടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാതെ ചെളിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മൾ പ്രതികരിക്കാതെ പറ്റുമോ? പറ്റില്ല. ഒരാളെങ്കിലും പ്രതികരിക്കണ്ടേ? എവിടെ? എന്നിട്ട് എന്ത് ചെയ്തു? അപ്പം പൂർണ്ണമായി തൃപ്തി ഇല്ല. പൂർണ്ണമായി തൃപ്തി ഇനി ഏത് പാർട്ടി വന്നാലും ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഞങ്ങൾക്ക് തീർത്ത്, ഞങ്ങൾ വലിയ വിഷയം ഇതിൻ്റെ മുകളിൽ കൂടെ വലിയ മെട്രോ പോകണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ നിസ്സാര കാര്യം ആവശ്യപ്പെട്ട് 3 വർഷമായാലും. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഇവിടെ പോകുന്നൊരു കനാലുണ്ട്. ഈ കനാലിൻ്റെ അടുത്തുകൂടെ ചേർന്നാണ് ഞങ്ങളുടെ വാട്ടർ ടാങ്ക് ഇരിക്കുന്നത്. ഇത്രയും ആൾക്കാർ കുടിക്കുന്ന വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ലെവൽ കയറുന്നവർ ആ വെള്ളം വരുന്നത് എങ്ങോട്ടാണ്? ഞങ്ങളുടെ വാട്ടർ ടാങ്കിലേക്കാണ് വരുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾ എവിടെ പോകണം? ഇതൊക്കെയാണോ പറയുന്നത് തെറ്റായിട്ട്? വലിയ പൈസയുടെ ചിലവോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതൊന്ന് വലിക്കുക, അപ്പോളം ഒന്ന് നീക്കുക, അഴുക്ക് കളഞ്ഞാൽ വെള്ളം സ്മൂത്തായിട്ട്, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലും നമുക്ക് കിട്ടുന്നില്ലല്ലോ. അത് ഈ പാർട്ടി ഏത് പാർട്ടി എന്നല്ല ഞാൻ പറയണേ. പാർട്ടി എന്തിനാ ഇവിടെ ഇരുന്ന് കൗൺസിലർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ലേ, അപ്പുറത്തിരിക്കുന്ന എന്ത് പാർട്ടി എന്ത് നോക്കാൻ? ഞാൻ പറഞ്ഞ ജനങ്ങളുടെ വിഷമങ്ങൾ അറിയുന്ന ആളായിരിക്കണം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഏത് ആൾക്കാരാണെങ്കിലും. അതിന് ഇന്ന പാർട്ടി എന്നൊന്നും ഞാൻ പറയില്ല, അല്ലേ? ഇപ്പൊ ഭരിക്കുന്നവരാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണത് ആരാ? തീർച്ചയായിട്ടും നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കൗൺസിലർ ഇപ്പൊ ഇവിടെ കൗൺസിലർ ഇദ്ദേഹം ആണെങ്കിൽ അപ്പുറത്ത് വേറെ കൗൺസിലർ ആയിരിക്കും. ഞാൻ പറഞ്ഞ അത് ഏത് വ്യക്തി ആയിക്കോട്ടെ, നമുക്ക് പവറുള്ള സമയത്ത് കുറച്ച് കാര്യം നമുക്ക് ചെയ്തു കൊടുക്കുക. കാരണം ഇവിടെ ഇപ്പൊ ഇത്രയും വോട്ടുണ്ട്. നാളെ വോട്ട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള വോട്ട് കിട്ടുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? തരില്ല. അവർ താല്പര്യപ്പെടില്ല പോകാൻ. കാരണം കേവലം ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം വർഷങ്ങളോളം ഞങ്ങൾ കളക്ടറുടെ ഓഫീസിൽ മേയറെ പോയി കണ്ടു, ഇവിടുത്തെ എല്ലാവരും പോയി കണ്ടു, എല്ലാവരും ഞങ്ങൾ പോയി കണ്ടു. ഇതിക്കുള്ള എന്താ ചെയ്യാ? എന്തായാലും പ്രിയങ്ക പറയാതെ പറഞ്ഞു കോൺഗ്രസിന് ഇത്തവണ വോട്ടുണ്ടാവില്ല ഈ ഫ്ലാറ്റിന്. ഏത് ഈ ഫ്ലാറ്റിന്? ഞാൻ പറഞ്ഞില്ലോ, ഞാൻ പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ മെമ്പർ ആയിരുന്നല്ലോ. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ കോൺഗ്രസിന്റെ ആളല്ലല്ലോ. ഞാൻ പറഞ്ഞ ഏത് വ്യക്തിയാണെങ്കിലും എന്നാ പറഞ്ഞേ, ഒരാൾ പോലും ഇവിടുന്ന് വോട്ട് ചെയ്യാൻ പോയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അവർ തന്നെ പറഞ്ഞു തുടങ്ങിയല്ലോ. പിന്നെ നിങ്ങൾക്ക് നിസ്സാര ഒരു കാര്യം അറിയോ? ഞങ്ങൾ കൊടുക്കുന്ന ടാക്സ് എത്രയാണെന്ന് അറിയോ? 8000 രൂപയുടെ ടാക്സ് കൊടുക്കുന്നത്. കേവലം ഒരു കാന പോലും ക്ലീൻ ചെയ്ത് തരാൻ അവർ ആരും തയ്യാറില്ല. ഇത്തവണ ഇലക്ഷൻ ബഹിഷ്കരിക്കുകയാണോ ഇവിടെ? ഞങ്ങൾ ബഹിഷ്കരിക്കാന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് ഇഷ്ടമാണെങ്കിൽ പോയി വോട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലും ചെയ്യാതിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്, അത് മാറ്റിയെടുക്കാൻ മാറ്റങ്ങൾ വേണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഒരു മടുപ്പുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന പാർട്ടി എന്ന് ഞാൻ പറയാം. എനിക്ക് പാർട്ടി ഇപ്പം ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് തല്ലുകൊന്നും എനിക്ക് പാർട്ടി ഇല്ല. ഇപ്പോൾ വെളിപ്പെടുത്തുന്ന സമയത്ത് എല്ലാവരുമായിട്ട് ആലോചിച്ച്, എൻ്റെ കുടുംബക്കാരായിട്ട് ആലോചിച്ച് ഒരു പാർട്ടി ഏതാണെന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ച് പറയും. അല്ലാതെ അതിനൊക്കെ എനിക്ക് എൻ്റെ കുടുംബത്തിലെ സപ്പോർട്ട് വേണം. ഇപ്പൊ എൻ്റെ ഭർത്താവ് പറയാണ് ഇന്ന പാർട്ടി നീ നിന്നാ മതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ അദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കും. നിൽക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ എനിക്ക് ലൈഫാ വലുത്. നിൽക്കണ്ട, വേണ്ട, എനിക്ക് എൻ്റെ ലൈഫിനേക്കാൾ കൂടുതൽ വില എന്താ ഉള്ളത്? ഒന്നുമില്ല. എനിക്ക് ലൈഫ് തന്നെയാണ് വലുത്. എനിക്ക് പാർട്ടിയിൽ പോയിട്ട് വീടൊക്കെ വിട്ട് തന്നിട്ട് ഞാൻ പാർട്ടി പോകാമെന്ന് ഒരിക്കലും പറഞ്ഞില്ല. എല്ലാവരുടെയും അനുഗ്രഹവും അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ. ആഗ്രഹമുണ്ട് നല്ലത് ചെയ്യണമെന്ന്. ഒത്തിരി പേര് ചിന്തിക്കുന്ന കുറേ പേര് നല്ല ചെയ്യുന്നുണ്ടാവും, ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഈ സാഹചര്യം കണക്കിലാക്കിയാണ് ഞങ്ങൾക്ക് ഇത്രയും വിഷമമുള്ളത്. കാരണം ഇതുവരെയായിട്ട് നമുക്കൊരു നീതി കിട്ടിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ആ ഫ്രണ്ടിൽ കിടക്കുന്ന വെജിറ്റബിൾ മാർക്കറ്റിന് മുമ്പിൽ കിടക്കുന്ന കാനി ഒന്ന് ക്ലീൻ ചെയ്യാൻ പോലും ആരും തയ്യാറായിട്ടില്ല ഇതുവരെ. നമ്മൾ എന്ത് ചെയ്യാൻ? വളരെ വ്യക്തമായ രാഷ്ട്രീയമായ നീക്കമുണ്ട് എങ്കിൽ ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളാണ് ഈ തുറന്നു പറയുന്നത്. അത്രയേ ഉള്ളൂ. നമുക്ക് ആരെയും നോക്കാനില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കണേ ഈ ഇലക്ഷൻ ഒന്ന് നിന്നിട്ട് എങ്ങനെയെങ്കിലും ഇവിടെയൊക്കെ ഒന്ന് ശരിയാക്കി കുറച്ച് പാവപ്പെട്ട ആൾക്കാരുടെ സാധാരണ ജീവനക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുക എന്നുള്ള ഒറ്റ നമുക്ക് അതിനുള്ളൊരു എന്താ പറയുക ഒരു പൊസിഷൻ വേണം. അതിനാണ് രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ടത്. ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് മാത്രമല്ലേ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തൊന്ന് പോയി നോക്കുക എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു പൊസിഷൻ കിട്ടിയാൽ അത് ഉപയോഗിക്കാൻ നോക്കുക. ജനങ്ങളെ മെറിപ്പിക്കരുത്. നിൽക്കാമായിരുന്നു കേട്ടോ അവർ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ടല്ലേ. സമയമാകുമ്പോൾ എല്ലാം വെളിപ്പെട്ട് വരും. നിന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സിലുള്ളത് എന്തെങ്കിലും ഇപ്പോഴൊന്നും ഇല്ലെങ്കിലും വർഷങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് അതിൽ കേൾക്കും പ്രിയങ്ക അവിടെയൊക്കെ ഉണ്ട്. കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ചുരുക്കം. അണ്ടർഗ്രൗണ്ടിൽ വർക്ക് നടക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു. അത് തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർ തീരുമാനിക്കട്ടെ. നല്ലത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ തിരഞ്ഞെടുക്കും. എൻ്റെ ഫാമിലി സപ്പോർട്ടോടുകൂടി തിരഞ്ഞെടുക്കും. അപ്പം എന്തായാലും ഒരു മത്സര രംഗത്തേക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ഇതിനകത്ത് നല്ല മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ഇവിടുന്നുണ്ട്. എനിക്ക് ഉണ്ട്. നല്ല ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യാം, എന്ത് എന്നെ കൊണ്ട് ആരോട് ചോദിച്ചാലും പറയും.
നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പോയി വെറുതെ ജസ്റ്റ് അവർക്കറിയാം ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന ആളാണ്, പ്രിയങ്ക ആൾക്കാർക്ക് സഹായിക്കുന്ന ആളാണ് എന്ന്, അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, പുറത്തിറങ്ങിയാലും എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. പറ്റണം. ഏതാണ് പുതിയ പ്രോജക്റ്റ്? എങ്ങനെയാണ്? കോവിഡൊക്കെയാണ് ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം പടങ്ങളൊന്നും അധികം നടക്കുന്നില്ല. പക്ഷേ ദിലീപൻ്റെ മറ്റേ കേശു ഈ വീടിൻ്റെ നാഥൻ ഏകദേശം ഷൂട്ടിംഗ് കഴിഞ്ഞു. നല്ലൊരു ക്യാരക്ടറാണ് ഷാജുവിൻ്റെ വൈഫായിട്ട്. പിന്നെ നെക്സ്റ്റ് ഫിലിം നമ്മുടെ വെള്ളം ജയസൂര്യ നമ്മുടെ ക്യാപ്റ്റൻ ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രജീഷിൻ്റെ പടം, അത് റിലീസിന് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി വരുന്ന പടങ്ങൾ ഏതാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല ചെയ്യുക. സീരിയൽ അധികം ചെയ്യുന്നില്ല, കാരണം ഒന്നാമത് ട്രിവാൻഡ്രം പോണ്ടി വരും. അതൊക്കെ ഇവിടെ അച്ഛനും അമ്മയും അനൂപ് കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം കുഴപ്പമില്ല. അത് അനൂപിന് അത്യാവശ്യം വർക്കുണ്ട്. അപ്പം അങ്ങനെ അങ്ങ് പരിഭവം പാർവതി ഇപ്പോഴും പോകുന്നുണ്ട്. തൽക്കാലം അങ്ങനെ അങ്ങ് നിൽക്കാം. ഇനി പുതിയ പ്രോജക്റ്റുകൾ വരും. കോവിഡൊക്കെ കഴിയുമ്പോൾ കോവിഡ് ഇപ്പം തന്നെ മാറും. കോവിഡൊക്കെ മാറി എല്ലാവരും ഫുൾ സിംഗിലേക്ക് ആവുമെന്ന് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഇനിയും നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മളെക്കാളും ഒരുപാട് വിഷമിക്കുന്ന ഓരോ കമ്പനികളും ഓരോ ഷോപ്പുകളൊക്കെ അവരുടെ അവസ്ഥ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെന്താണെന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ അതിനോട് യോജിച്ചോളൂ. അപ്പോൾ എന്തായാലും ഇനിയും കൂടുതൽ പ്രൊജക്റ്റുകൾ കിട്ടട്ടെ, ഒരു രാഷ്ട്രീയക്കാരിയായി ഇനി കാണട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. ആഗ്രഹം നോക്കാം. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് തിരുത്തി എഴുതുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു തിരുത്തൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? എന്തായാലും വോട്ടുപടത്തിൽ കുറേ കാര്യങ്ങളാണ് പ്രിയങ്ക പങ്കുവെച്ചത്. എന്നും വ്യക്തികളെ നോക്കി തന്നെ വോട്ട് ചെയ്യണം. രാഷ്ട്രീയം മനസ്സിലുണ്ടാകും, എങ്കിലും പ്രിയങ്ക ഒരിക്കലും വ്യക്തികളെ നോക്കി ചെയ്യില്ല. രാഷ്ട്രീയം മറന്ന് ഒരു കാരണവശാലും അവിടെ പോകുമ്പോൾ മനസ്സനുവദിക്കില്ല. രാഷ്ട്രീയക്കാരി തന്നെയാണ് എന്ന കാര്യത്തിൽ വ്യക്തമാണ്. എന്നാൽ ഏത് രാഷ്ട്രീയമെന്ന് പറഞ്ഞിട്ടില്ല. ആ രാഷ്ട്രീയം താമസിയാതെ തന്നെ വെളിപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും പോയി നമ്മുടെ വോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. പോയി വോട്ട് ചെയ്യുക തന്നെ ചെയ്യുക. നമ്മുടെ ഒരു അവകാശമാണ്. നല്ലത് നോക്കി നല്ലതിന് വേണ്ടി മാത്രം വോട്ട് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു താരമായി വീണ്ടും കാണാം.